ഹായ് ഫ്രണ്ട്സ്, എവർക്കും ഡിസൈനർ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ലിൻസ് ജോസ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്ന ഒരു റെസ്യൂം എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നതെന്നാണ്. ഈ ഒരു റെസ്യൂം നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് മൈക്രോസോഫ്റ്റ് വേർഡിലാണ്. സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് മൈക്രോസോഫ്റ്റ് വേർഡ്. അപ്പോൾ നമ്മൾ ഈ ഒരു മൈക്രോസോഫ്റ്റ് വേർഡിനകത്ത് ഒരു സിമ്പിൾ ആയിട്ടുള്ള റെസ്യൂമാണ് ഡിസൈൻ ചെയ്യുന്നത്. അതുപോലെ ഒരു നഴ്സിംഗ് റെസ്യൂമാണ് ഇന്നിവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മൾ ഏതൊരു ജോലിക്കും അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു റെസ്യൂം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ആപ്ലിക്കേഷന് എപ്പോഴും ഒരു പ്ലസ് പോയിന്റ് തന്നെയായിരിക്കും. നിങ്ങളുടെ കയ്യിൽ ചിലപ്പോൾ ഓൾറെഡി തന്നെ നിങ്ങളുടെ റെസ്യൂമിന് ആവശ്യമായിട്ടുള്ള നല്ല കണ്ടൻറ് ഉണ്ടാവും. എന്നാൽ ആ ഒരു കണ്ടൻറ് നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാനായിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് കഴിഞ്ഞെന്ന് വരില്ല. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾക്ക് ഈ ഒരു വീഡിയോ വളരെ യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ നമ്മൾ ഈ ഒരു ഡിസൈൻ മെയിൻലി നഴ്സുമാർക്ക് വേണ്ടിയിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. എന്നിരുന്നാലും ആർക്ക് വേണമെങ്കിലും ഏതൊരു ജോലിക്ക് വേണമെങ്കിലും ഈ ഒരു റെസ്യൂം ടെംപ്ലേറ്റ് യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ കണ്ടൻറ്റ് നിങ്ങൾക്ക് ഈ ഒരു റെസ്യൂമിനകത്ത് റീപ്ലേസ് ചെയ്തുകൊണ്ട് എഡിറ്റ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് വർക്കിലേക്ക് കടക്കാം. ഇവിടെ ഞാൻ മൈക്രോസോഫ്റ്റ് വേർഡ് 2016 ആണ് ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി നമുക്കിവിടെ ആദ്യമായിട്ട് തന്നെ ഒരു ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്യണം. അതിനായിട്ട് ഇവിടെ ബ്ലാങ്ക് ഡോക്യുമെൻ്റ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇവിടെ ഇപ്പോൾ ബ്ലാങ്ക് ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഷേപ്പുകളൊക്കെ ഇവിടേക്ക് ഇൻസേർട്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു റെസ്യൂം ലേഔട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യമായിട്ട് തന്നെ നമുക്ക് ഇൻസേർട്ട് മെനുവിൽ പോവാം. ഇവിടുന്ന് ഞാൻ ഷേപ്സ് സെലക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്കൊരു റെക്റ്റാങ്കിൾ ഷേപ്പാണ് സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, നമ്മൾ ഈ ഒരു ഷേപ്പ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇവിടെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്തുകൊണ്ട് ഇവിടെ ഒരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, നമ്മളിപ്പോൾ ഇവിടെ ഒരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഷേപ്പിനകത്തേക്ക് നമ്മൾ നമ്മുടെ പ്രൊഫൈൽ പിക്ചറാണ് ഇൻസേർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് ഫോർമാറ്റ് ഷേപ്പ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഓക്കെ, ഇവിടെ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് ഫോർമാറ്റ് ഷേപ്പ് വന്നിരിക്കുന്നത് കാണാം. ഇവിടെ നമ്മൾ ഫില്ലിലാണ് ക്ലിക്ക് ചെയ്യുന്നത്. അടുത്തായിട്ട് നമുക്ക് പിക്ചർ ഓർ ടെക്സ്ചർ ഫിൽ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇനി ഇൻസേർട്ടിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇമേജ് ഇൻസേർട്ട് ചെയ്യാൻ കഴിയുന്നതാണ്. ഇവിടെ നമുക്ക് ബ്രൗസ് സെലക്ട് ചെയ്യാം. അതായത് നമ്മൾ ഈ ഒരു കമ്പ്യൂട്ടറിൽ ഏത് ലൊക്കേഷനിലാണ് നമ്മുടെ ഫോട്ടോ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്ക് ഇവിടുന്ന് ബ്രൗസ് ചെയ്തുകൊണ്ട് സെലക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഞാൻ ഈ ഒരു പിക്ചറാണ് ഇൻസേർട്ട് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ഇൻസേർട്ട് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഇവിടെ പിക്ചർ ഇൻസേർട്ട് ആയിട്ടുണ്ട്. എന്നാൽ ഇത് സ്ട്രെച്ച് ആയിട്ടാണ് ഇരിക്കുന്നത്. നമുക്കിതൊന്ന് കറക്റ്റായിട്ട് അലൈൻ ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു ഓഫ്സെറ്റിൽ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഇമേജിൻ്റെ വിഡ്ത്ത് കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാൻ റൈറ്റിലേക്ക് ഈ ഇമേജിനെ അല്പം ഒന്ന് സ്ട്രെച്ച് ചെയ്യുന്നുണ്ട്. അതുപോലെ നമുക്ക് ലെഫ്റ്റിലേക്ക് കൂടി സ്വല്പം കൂടി സ്ട്രെച്ച് ചെയ്യാം. ഇനി ഇവിടെ ബോട്ടം കൂടി ഞാൻ അല്പം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മുടെ ഇമേജ് ഇപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു വിൻഡോയുടെ ആവശ്യമില്ല, നമുക്കിതൊന്ന് ക്ലോസ് ചെയ്യാം. ഇനി അടുത്തായിട്ട് നമുക്കിവിടെ താഴേക്ക് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് കൂടി ക്രിയേറ്റ് ചെയ്യണം. ഇതേ വിഡ്ത്തിലുള്ള ഷേപ്പാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ വീണ്ടും റെക്റ്റാങ്കിൾ ഷേപ്പ് സെലക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്ക് അല്പം ഗ്യാപ്പ് വിട്ടിട്ട് വേണം ഷേപ്പ് ക്രിയേറ്റ് ചെയ്യാനായിട്ട്. നമ്മൾ ഈ ഒരു ഗ്യാപ്പിലാണ് നമ്മുടെ കോൺടാക്റ്റ് ഡീറ്റെയിൽസ് കൊടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്തുകൊണ്ട് ഷേപ്പ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ ഒരു വിഡ്ത്ത് കറക്റ്റ് ആണോ എന്ന് അറിയാനായിട്ട് ഞാൻ ഈ ഷേപ്പിൻ്റെ ഹൈറ്റ് അല്പം ഒന്ന് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. സ്വല്പം കൂടി അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. ഈ ഷേപ്പിനൊക്കെ ഔട്ട്ലൈൻ കിടക്കുന്നുണ്ട്, നമുക്ക് അതൊന്ന് ഡിസേബിൾ ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഇവിടെ ഷേപ്പ് ഫോർമാറ്റിൽ പോവാം. ഇവിടുന്ന് ഷേപ്പ് ഔട്ട്ലൈൻ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്ക് നോ ഔട്ട്ലൈൻ കൊടുക്കാം. അതുപോലെ ഈ ഒരു പ്രൊഫൈൽ പിക്ചറിനും ഔട്ട്ലൈൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഔട്ട്ലൈൻ ഡിസേബിൾ ചെയ്യാം. ഓക്കെ, ഈ ഷേപ്പ് ഞാൻ അല്പം ഒന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഈ ഒരു ഷേപ്പിൻ്റെ അതുപോലെ ഈ പിക്ചറിൻ്റെയും വിഡ്ത്ത് കറക്റ്റായിട്ട് ഒരുപോലെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും ഇതിൻ്റെ ഹൈറ്റ് റെഡ്യൂസ് ചെയ്യാം. ഓക്കെ, ഈ ഒരു ഷേപ്പിൻ്റെ കളർ നമുക്കൊന്ന് ചേഞ്ച് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഷേപ്പ് ഫില്ലിൽ പോകുന്നുണ്ട്. ഇവിടെ നമുക്ക് ലൈറ്റ് ആയിട്ടുള്ള ഒരു ഗ്രേ കളർ സെലക്ട് ചെയ്യാം. ഓക്കെ, ഈ ഒരു കളർ മതി. ഇനി അടുത്തായിട്ട് നമുക്കിവിടേക്ക് കോൺടാക്റ്റ് ഡീറ്റെയിൽസ് ടൈപ്പ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇൻസേർട്ട് മെനുവിൽ പോകുന്നുണ്ട്. ഇവിടെ നമുക്ക് വീണ്ടും ഷേപ്പിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് ഈ ഒരു ടെക്സ്റ്റ് ബോക്സ് സെലക്ട് ചെയ്ത് ഇൻസേർട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ ടെക്സ്റ്റ് ബോക്സിൽ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്തുകൊണ്ട് ഈ ഒരു ടെക്സ്റ്റ് ബോക്സ് ഇവിടേക്ക് ഇൻസേർട്ട് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഇവിടേക്ക് നമ്മുടെ കോൺടാക്റ്റ് ഡീറ്റെയിൽസ് പ്ലേസ് ചെയ്യാം. ഞാനിവിടെ കുറച്ച് സാമ്പിൾ ഡീറ്റെയിൽസ് നോട്ട് പാഡിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടുന്ന് ഡീറ്റെയിൽസ് നമുക്ക് ഇവിടേക്ക് കൊണ്ടുവരാം. ഈ ഒരു കോൺടാക്റ്റ് ഡീറ്റെയിൽസ് ആണ് നമ്മൾ അവിടേക്ക് കൊണ്ടുപോകുന്നത്. ഓക്കെ, ഇവിടെ ഞാൻ പേസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഈ ഒരു കോൺടാക്റ്റ് ഡീറ്റെയിൽസിന് ചുറ്റുമുള്ള ഈ ഒരു ഔട്ട്ലൈനൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാം. അതുപോലെ ഇവിടെ ഷേപ്പ് ഫില്ലും വരുന്നുണ്ട്, അതും ഞാൻ റിമൂവ് ചെയ്യുന്നുണ്ട്.
ഇനി ഹോമിൽ പോകുന്നുണ്ട്. ഈ ഒരു ഡീറ്റെയിലിൻ്റെ ഇടയിലുള്ള സ്പേസ് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഇവിടെ നമുക്ക് ഈ ഫസ്റ്റത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ താഴെ പോയതിന് ശേഷം ഈ റിമൂവ് സ്പേസ് ആഫ്റ്റർ പാരഗ്രാഫ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഡീറ്റെയിൽസിൻ്റെ ഇടയിലുള്ള സ്പേസ് ഒക്കെ ഇപ്പം പോയിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ഫസ്റ്റത്തെ നമ്മുടെ മൊബൈൽ നമ്പറിൻ്റെ സൈസ് മാത്രം അല്പം ഒന്ന് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. കാരണം ഇത് നമുക്ക് അല്പം ഒന്ന് ഹൈലൈറ്റ് ആയിട്ട് ഇവിടെ കാണാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ നമുക്ക് ഈ ഡീറ്റെയിൽസിനെല്ലാം ഇവിടേക്ക് ഐക്കൺ കൂടി ഇൻസേർട്ട് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ ഇൻസേർട്ട് മെനുവിൽ പോകുന്നുണ്ട്. നമ്മൾ ഫോൾഡറിനകത്ത് ഓൾറെഡി തന്നെ കുറച്ച് ഐക്കൺസ് ക്രിയേറ്റ് ചെയ്ത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്ക് പിക്ചേഴ്സ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അതിനുശേഷം നമ്മുടെ ഡിവൈസ് സെലക്ട് ചെയ്യാം. ഇനി ഇവിടുന്ന് ഞാൻ സേവ് ചെയ്തിട്ടുള്ള ഐക്കൺ ഇവിടേക്ക് പ്ലേസ് ചെയ്യുന്നുണ്ട്. ഇൻസേർട്ട് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ ഈ ഒരു ഐക്കൺ ഇമേജിൻ്റെ താഴെയായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഈ ഐക്കൺ ഇമേജിൻ്റെ മുകളിലേക്ക് കൊണ്ടുവരണം. അതിനായിട്ട് നമുക്കിവിടെ റാപ്പ് ടെക്സ്റ്റ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇവിടുന്ന് ഇൻ ഫ്രണ്ട് ഓഫ് ടെക്സ്റ്റ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു ഐക്കൺ മുകളിലേക്ക് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈസ് കുറച്ച് നമുക്കിവിടെ കറക്റ്റായിട്ട് അലൈൻ ചെയ്യാം. അതുപോലെ നമുക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസിനും ഐക്കൺസ് പ്ലേസ് ചെയ്യാം. അടുത്ത ഐക്കൺ നമ്മളിവിടേക്ക് പ്ലേസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ ഇവിടെ ഐക്കൺസും അതുപോലെ കോൺടാക്റ്റ് ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റായിട്ട് തന്നെ അലൈൻ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് റൈറ്റ് സൈഡിൽ ഈ ഒരു കാൻഡിഡേറ്റിൻ്റെ നെയിമാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടേക്ക് നെയിം കോപ്പി ചെയ്ത് പ്ലേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും ഇൻസൈഡിൽ പോയിട്ട് ടെക്സ്റ്റ് ബോക്സ് ഇവിടേക്ക് പ്ലേസ് ചെയ്യുന്നുണ്ട്. ഇതിന് നമുക്ക് ഔട്ട്ലൈനും അതുപോലെ തന്നെ ഷേപ്പ് ഫില്ലൊക്കെ ഒന്ന് ഒഴിവാക്കാം. ഇനി ഞാൻ ഹോമിൽ പോകുന്നുണ്ട്. ഇനി ഒരു ഡീറ്റെയിലിൻ്റെ ഫോണ്ട് സൈസ് കാര്യങ്ങളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അതായത് കുറച്ചും കൂടി ഇൻക്രീസ് ചെയ്യണം. അപ്പം ഞാൻ ഈ ഒരു നെയിം മാത്രമായിട്ട് ഇവിടെ സെലക്ട് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ സൈസ് നമുക്ക് അല്പം വലുതായിട്ട് കൊടുക്കണം. അപ്പം ഞാൻ ഇതിൻ്റെ ഫോണ്ട് സൈസ് ഒന്ന് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ നമുക്ക് ഈ ഒരു ഫസ്റ്റത്തെ ഈ അലീന എന്നുള്ള നെയിം മാത്രം ഒന്ന് ബോൾഡിൽ കൊടുക്കാം. ഇനി ഈ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ക്യാപിറ്റലൈസ്ഡ് ആയിട്ടാണ് കൊടുക്കേണ്ടത്. അപ്പം നമുക്ക് ഇവിടുന്ന് ഓൾ ക്യാപ്സ് സെലക്ട് ചെയ്യാം. അതായത് ഇവിടുന്ന് അപ്പർ കേസ് ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നുണ്ട്. ഇനി ഈ ഒരു രജിസ്റ്റേർഡ് നേഴ്സ് എന്നുള്ള ഡെസിഗ്നേഷൻ്റെ സൈസ് കൂടി നമുക്ക് അല്പം ഒന്ന് ഇൻക്രീസ് ചെയ്യണം. ഇനി ഈ ഡീറ്റെയിൽസിൻ്റെ ഇടയിലുള്ള സ്പേസ് കാര്യങ്ങളൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാം. ഇവിടുന്ന് റിമൂവ് സ്പേസ് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഞാൻ ഇവിടുന്ന് ലൈൻ സ്പേസിംഗ് ഓപ്ഷനിൽ പോകുന്നുണ്ട്. ഇവിടെ മൾട്ടിപ്പിളാണ് സെലക്ട് ചെയ്യേണ്ടത്. അതിന് ശേഷം ഞാൻ വന്ന് 0.8 കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾ അതുപോലെ ഒന്ന് ഫോളോ ചെയ്താൽ മാത്രം മതി. അതുപോലെ ഈ ഒരു നെയിമിൻ്റെ കളർ കൂടി ഒന്ന് ചേഞ്ച് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇത്രയും ഡാർക്ക് ബ്ലാക്കിൻ്റെ ആവശ്യമില്ല. അതുപോലെ ഈ ഒരു ഡീറ്റെയിലിൻ്റെയും കളർ ചേഞ്ച് ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ ഒരു സെയിം കളർ തന്നെ കൊടുക്കാം. അല്പം നമ്മൾ ബ്ലാക്ക് കളർ കുറച്ചിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് ഇവിടേക്ക് മറ്റൊരു റെക്റ്റാങ്കിൾ ഷേപ്പ് കൂടി ക്രിയേറ്റ് ചെയ്യണം. നമ്മുടെ സമ്മറി അവിടെയാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പം ഇൻസൈഡിൽ പോകുന്നുണ്ട്. ഇവിടുന്ന് ഷേപ്സ് സെലക്ട് ചെയ്യാം. ഞാൻ റെക്റ്റാങ്കിൾ ഷേപ്പ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു എഡ്ജിൽ കറക്റ്റായിട്ട് തന്നെ നമുക്ക് അലൈൻ ചെയ്യാം. ഈ ഒരു ഷേപ്പിൻ്റെ നമുക്ക് ഔട്ട്ലൈൻ ആദ്യം ഒന്ന് റിമൂവ് ചെയ്യാം. ഓക്കെ, അതുപോലെ ഞാൻ കളർ കൂടി ഒന്ന് ചേഞ്ച് ചെയ്യുന്നുണ്ട്. നമുക്കൊരു ബ്ലൂ കളറാണ് കൊടുക്കേണ്ടത്. ഈ ഒരു ഡ്രസ്സിനോട് മാച്ച് ആവുന്ന കളറാണ് ഞാനിവിടെ കൊടുക്കുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ ഇവിടെ ഒരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടേക്ക് നമുക്ക് നമ്മുടെ സമ്മറി ഡീറ്റെയിൽസ് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ വീണ്ടും ഒരു ടെക്സ്റ്റ് ബോക്സ് ഇൻസേർട്ട് ചെയ്യുന്നുണ്ട്.
ഓക്കെ, നമ്മളിപ്പോൾ ടെക്സ്റ്റ് ബോക്സ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടേക്ക് ഡീറ്റെയിൽസ് കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യാം. ഇനി ഒരു ടെക്സ്റ്റ് ബോക്സിൻ്റെ ഫിൽ കളർ, ഔട്ട്ലൈൻ കളറൊക്കെ നമുക്കൊന്ന് റിമൂവ് ചെയ്യാം. ഇവിടുന്ന് ഞാൻ ഷേപ്പ്, ഔട്ട്ലൈൻ റിമൂവ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഫില്ലും നോ ഫില്ലും കൊടുക്കാം. ഇനി ഡീറ്റെയിൽസിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യണം. നമുക്കിവിടെ വൈറ്റ് കളറാണ് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ ഈ ഒരു സമ്മറിയുടെ സൈസും അല്പം ഒന്ന് ഇൻക്രീസ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ ഹോമിൽ പോകുന്നുണ്ട്. ആദ്യം തന്നെ നമുക്ക് ഇവിടുന്ന് വൈറ്റ് കളർ സെലക്ട് ചെയ്യാം. ഓക്കെ, ഇനി ഡീറ്റെയിൽസിൻ്റെ ഇടയിലുള്ള സ്പേസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഞാൻ പോകുന്നുണ്ട്. ഇവിടെ നമുക്ക് ഫസ്റ്റത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അതിനുശേഷം ഈ സമ്മറിയുടെ സൈസ് അല്പം ഒന്ന് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. നമുക്കിത് ബോൾഡിൽ കൊടുക്കാം. അതുപോലെ ഫോണ്ട് സൈസും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ സമ്മറിയുടെയും ഈ ഡീറ്റെയിൽസിൻ്റെ ഇടയിലുള്ള സ്പേസ് നമുക്കൊന്ന് റിമൂവ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഞാൻ സ്പേസിങ് ഓപ്ഷനിൽ പോകുന്നുണ്ട്. ഇവിടെ നമുക്ക് റിമൂവ് സ്പേസ് കൊടുക്കാം. ഓക്കെ, ഈ ഡീറ്റെയിൽ നമുക്കിവിടെ കറക്റ്റായിട്ടൊന്ന് അലൈൻ ചെയ്ത് വയ്ക്കാം. ഓക്കെ, നമ്മളിപ്പോൾ ഇവിടെ സമ്മറി ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് തന്നെ അലൈൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസ് താഴേക്ക് ടൈപ്പ് ചെയ്യാം. അപ്പോൾ അടുത്ത ഡീറ്റെയിൽസ് ഞാൻ നോട്ട് പാഡിൽ പോയിട്ട് കോപ്പി ചെയ്യുന്നുണ്ട്. ഇനി നമ്മളവിടെ കൊടുക്കാനുള്ള സ്കിൽസ്, അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് ഒക്കെയാണ് ഞാൻ ലെഫ്റ്റ് സൈഡിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഡീറ്റെയിൽസ് കോപ്പി ചെയ്യുന്നുണ്ട്. ഇനി ഞാൻ ഇൻസേർട്ട് മെനുവിൽ പോയിട്ട് ഒരു ടെക്സ്റ്റ് ബോക്സ് കൂടി ഇൻസേർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു ടെക്സ്റ്റ് ബോക്സിൻ്റെയും ഫിൽ കളർ, ഔട്ട്ലൈൻ കളറൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാം. നമ്മൾ മുൻപ് ടെക്സ്റ്റ് ബോക്സ് ഇൻസേർട്ട് ചെയ്ത് ഡീറ്റെയിൽസ് ഇൻസേർട്ട് ചെയ്ത സമയത്ത് ചെയ്ത എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം ഞാനിവിടുന്ന് കളർ റിമൂവ് ചെയ്യുന്നുണ്ട്. ഇനി ഹോമിൽ പോകുന്നുണ്ട്. ഈ ഡീറ്റെയിൽസിൻ്റെ ഇടയിലുള്ള സ്പേസ് കാര്യങ്ങളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് ഫോണ്ട് സൈസ് 11 തന്നെ കീപ്പ് ചെയ്യാം. അതുപോലെ ഇതിൻ്റെ കളർ കൂടി ഒന്ന് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇത്രയും ബ്ലാക്ക് കളറിൻ്റെ ആവശ്യമില്ല. ഈ സബ് ടൈറ്റിലിൽ ഞാൻ ഫോണ്ട് സൈസ് കാര്യങ്ങളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇവിടുന്ന് ബോൾഡ് സെലക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ അതിൻ്റെ ഫോണ്ട് സൈസ് കൂടി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സബ് ടൈറ്റിൽ ക്യാപിറ്റലൈസ്ഡ് ആയിട്ട് കൊടുക്കാം. ഇവിടെ ഞാൻ അപ്പർ കേസ് സെലക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ എഡ്യൂക്കേഷൻ്റെയും സൈസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് ക്യാപിറ്റലൈസ്ഡ് ആയിട്ട് കൊടുക്കാം. ഓക്കെ, നമ്മളിപ്പോൾ ഇവിടെ സ്കിൽസ്, അതുപോലെ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് ഒക്കെ ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് ആഡ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഇവിടേക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസ് കൊടുക്കാം. അപ്പോൾ ഞാൻ മറ്റൊരു ടെക്സ്റ്റ് ബോക്സ് കൂടി ഇൻസേർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇവിടേക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസുകൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെയും ഫിൽ കളർ, ഔട്ട്ലൈൻ കളറൊക്കെ റിമൂവ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഫോണ്ട് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഇവിടുന്ന് സ്പേസിംഗ് ഒക്കെ റിമൂവ് ചെയ്യുന്നുണ്ട്. ഈ ഒരു സബ് ടൈറ്റിലിൻ്റെ നമുക്ക് ഫോണ്ട് സൈസ് ഇൻക്രീസ് ചെയ്യാം. ഇതിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്യുന്നുണ്ട്. നമ്മൾ മുകളിൽ കൊടുത്തിട്ടുള്ള ആ ഒരു ബ്ലൂ കളർ തന്നെയാണ് ഇവിടെ കൊടുക്കുന്നത്. അതുപോലെ ഇതിനെ ഞാൻ ക്യാപിറ്റലൈസ്ഡ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് അപ്പർ കേസ് സെലക്ട് ചെയ്യാം. ഈ ഒരു ഡീറ്റെയിൽ നമുക്ക് ക്യാപിറ്റലൈസ്ഡ് ആയിട്ട് കൊടുക്കാം. അതുപോലെ ഞാൻ ഇവിടുന്ന് ബോൾഡ് സെലക്ട് ചെയ്യുന്നുണ്ട്. ഇനി ഇതിൻ്റെ കളർ കൂടി ഒന്ന് ചേഞ്ച് ചെയ്യുന്നുണ്ട്. നമുക്ക് അല്പം കൂടി ലൈറ്റ് ആയിട്ടുള്ളൊരു ഗ്രേ കളർ കൊടുക്കാം. ഇവിടെ നമ്മൾ വർക്ക് എക്സ്പീരിയൻസിനകത്ത് നമ്മുടെ കുറേ ഡീറ്റെയിൽസുകൾ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് പോയിൻ്റ് ആയിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ ഡീറ്റെയിൽസിനെ സെലക്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമുക്കിവിടെ ബുള്ളറ്റ്സ് ആഡ് ചെയ്യാം. ഇവിടെ ഓപ്ഷനിൽ പോയി നമ്മൾ ബുള്ളറ്റ് സെലക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മുടെ അടുത്ത എക്സ്പീരിയൻസ് നമുക്ക് മുകളിൽ കൊടുത്ത പോലെ തന്നെ ബോൾഡിൽ ക്യാപിറ്റലൈസ്ഡ് ആയിട്ട് കൊടുക്കാം. ഇതിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്ക് അപ്പർ കേസ് സെലക്ട് ചെയ്യാം. ഇനി അടുത്ത ഡീറ്റെയിൽസ് നമ്മൾ മുകളിൽ കൊടുത്ത പോലെ തന്നെ പോയിൻ്റ് ആയിട്ട് കൊടുക്കാം. ഇവിടുന്ന് ബുള്ളറ്റ് സെലക്ട് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തായിട്ട് നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന ഹോബീസ് ആൻഡ് ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ ഈ ഒരു സബ് ടൈറ്റിൽ നമുക്ക് സൈസൊക്കെ ഒന്ന് ഇൻക്രീസ് ചെയ്യാം. ഇതിൻ്റെയും കളർ നമുക്ക് ബ്ലൂവിൽ കൊടുക്കാം. നമുക്കിതും ക്യാപിറ്റലൈസ്ഡ് ആയിട്ടാണ് കൊടുക്കേണ്ടത്.
ഇനി നമുക്ക് ഡീറ്റെയിൽസിന് ഇവിടെ കറക്റ്റായിട്ടൊന്ന് അലൈൻ ചെയ്യാം. ഓക്കെ, നമ്മുടെ റെസ്യൂം ഡിസൈൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഒരു സിംഗിൾ പേജിലുള്ള റെസ്യൂമാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസുകൾ ആഡ് ചെയ്യാനായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പുതിയൊരു പേജ് കൂടി ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ഒരു പുതിയ പേജ് ഇൻസേർട്ട് ചെയ്യുന്നതുകൂടി ഞാൻ കാണിച്ചു തരാം. ഈ ഒരു റെസ്യൂം ടെംപ്ലേറ്റിൻ്റെ ഏകദേശം താഴെയായിട്ട് വന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യാം. കാരണം നമുക്ക് ഇതിന് ശേഷമാണ് പേജ് ആഡ് ചെയ്യേണ്ടത്. അതിനുശേഷം നമുക്ക് ഇൻസേർട്ട് മെനുവിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ബ്ലാങ്ക് പേജ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ കാണാവുന്നതാണ്. ഇത് നമുക്ക് സെലക്ട് ചെയ്യാം. ഇപ്പം പുതിയൊരു പേജ് ഇവിടേക്ക് വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഈ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പൊക്കെ ഇതുപോലെ തന്നെ ഇവിടേക്ക് കോപ്പി ചെയ്ത് ലെഫ്റ്റ് സൈഡിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 2 കളറായിട്ട് നിങ്ങൾക്ക് ലേഔട്ട് ഇതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. അതുപോലെ ഈ ഒരു റെസ്യൂം നമ്മൾ കംപ്ലീറ്റ് ആയതിനു ശേഷം നമുക്കിതൊന്ന് സേവ് ചെയ്യാം. അതോടൊപ്പം തന്നെ ഇതൊരു PDF ഫോർമാറ്റിലേക്ക് കൂടി നമുക്കൊന്ന് സേവ് ചെയ്ത് വെക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഫയലിൽ പോകുന്നുണ്ട്. ഇവിടെ നമുക്ക് സേവ് ആസ് സെലക്ട് ചെയ്യാം. ഇനി എവിടെയാണോ നമുക്ക് സേവ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു ലൊക്കേഷൻ ബ്രൗസിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഓൾറെഡി തന്നെ ഫോൾഡർ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് റെസ്യൂം എന്ന് ഫയൽ നെയിം കൊടുക്കാം. ഇനി നമുക്ക് ഇവിടുന്ന് സേവ് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഈ റെസ്യൂം ഡിസൈൻ നമ്മൾ വേർഡ് ഫോർമാറ്റിൽ സേവ് ചെയ്തിട്ടുണ്ട്. പിന്നീട് നമുക്ക് എന്തെങ്കിലും എഡിറ്റിങ്ങോ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ചെയ്യാവുന്നതാണ്. ഇനി ഞാൻ വീണ്ടും ഫയലിൽ പോയിട്ട് സേവ് ആസ് അഡോബ് PDF എന്നുള്ള ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സേവ് ആസ് ടൈപ്പിനകത്ത് PDF ഫയൽ വന്നിട്ടുണ്ട്. അതായത് നമ്മൾ ഈ ഒരു റെസ്യൂമിനെ PDF ഫോർമാറ്റിലേക്കാണ് സേവ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ നമുക്ക് സേവ് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഈ ഒരു ഡിസൈൻ ഇവിടെ PDFലേക്ക് സേവ് ആവുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം നമ്മുടെ ഡിസൈൻ ഇവിടെ PDF ഫോർമാറ്റിൽ സേവ് ആയിട്ടുണ്ട്. അതുപോലെ ഈ ഒരു റെസ്യൂം ടെംപ്ലേറ്റ് ഡൗൺലോഡ് ചെയ്യാനായിട്ടുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ പുതിയൊരു ജോലിക്കായിട്ട് അപ്ലൈ ചെയ്യുന്ന എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻറ്റ്സ് കൂടി രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുപോലുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള വീഡിയോയ്ക്ക് നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പമുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ കൂടി എനേബിൾ ചെയ്ത് വെക്കുക.